അത് വിരുന്നിന്റെ വിരുന്ന് സ്ഥലമായിരിക്കും. പോണം. പക്ഷെ അത് എവിന്റെ മമ്മിയും ഡാഡിയും കേട്ടോ, അവരങ്ങനെ ഐ തിങ്ക് മോർ ദൻ ഹിം അല്ലേ? അയ്യോ ഇൻലോസ് അവർക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സത്യം. പറയുന്നത്. മമ്മിക്ക് രണ്ട് ആമക്കളായതുകൊണ്ട് എന്നെ കാണുമ്പോൾ മമ്മിക്ക് ഞാൻ ഒരുക്കി നടത്തണം. ഇപ്പൊ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ കുറച്ച് ലിപ്സ്റ്റിക് കാണുമ്പോൾ നീ കുറച്ച് അങ്ങനെ വെച്ചാൽ ഭയങ്കര ഒരുക്കി നടത്താൻ ഇഷ്ടം. അങ്ങനെ ഒരു മമ്മിയും ഡാഡിയും അങ്ങനെയാണ്. അതൊരു ഭാഗ്യമാണ്. അത് അതെ ലൈക്ക് അതെ, നമുക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ടച്ച് ചെയ്യാം. അതൊരു ഇതാണ്. പിന്നെ ഞാനും അവരങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. അതെ, സോ it അതൊരു comes അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ. ഇങ്ങനെ പറയുമ്പോൾ അമ്മയാണോ അമ്മയമ്മയാണോ കൂടുതൽ ഇഷ്ടം? ആ, അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അമ്മേനോടുള്ള ഒരു ഇമോഷൻ ഇപ്പൊ കൂടുതൽ ആരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? നിക്കുന്നത് അമ്മയുടെ കൂടെയാണോ? അമ്മയുടെ കൂടെയാണ്. പക്ഷെ ഞാനും അമ്മയും ഉണ്ടായിരുന്ന സമയത്ത് ഞാനും അമ്മയും ഭയങ്കര വഴക്കായിരുന്നു. കാരണം വെച്ചാൽ അമ്മ വഴിയാണ് ഞാൻ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പം നല്ല പ്രായമാണ്, 15, 16, 17. അപ്പം അമ്മ എന്നെ എവിടെയും വിടില്ല. ഇപ്പം എന്നെ വുമൻസ് കോളേജിൽ കൊണ്ടാക്കി, ഞാൻ മിക്സഡ് കോളേജിൽ എനിക്ക് ചേരണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾക്ക് ഈ മറ്റേ സിനിമയിലൊക്കെ കാണുന്നതാണല്ലോ കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അമ്മ എന്നെ വുമൻസ് കോളേജിലാക്കി. അപ്പോൾ എനിക്ക് അമ്മേനോട് ഒരു ദേഷ്യം. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്നെ എവിടെയും വിടില്ല. ഈ അമ്മ എവിടെ ഞാൻ വരണമെങ്കിൽ അമ്മ എൻ്റെ കൂടെ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളുടെ ഒരു പ്രായത്തിൽ ഈ അമ്മ എന്താ ഇങ്ങനെ, ഈ അമ്മ എന്താ എന്നെ ഫോൺ വിളിക്കുകയാണെങ്കിൽ മറ്റേ നീ ഫോൺ വെച്ചോ അന്ന് മൊബൈൽ ഫോണൊക്കെ ഒരു ഫോണല്ലേ ഉള്ളൂ, അത് അമ്മയ്ക്കേ ഉള്ളൂ. അപ്പം ഈ പറയുന്ന പോലെ അമ്മ ഫോൺ തരില്ല. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര. പക്ഷെ അതിൻ്റെ ഒരു അതുകൊണ്ട് എവിന് എൻ്റെ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ അത്രയും സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് എന്ന് അങ്ങനെ പറയും. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞാവയായപ്പം അമ്മ എങ്ങനെയാണ് ആ കുഞ്ഞിനെ നോക്കണേന്ന് കണ്ടിട്ട് സീരിയസ്ലി രാത്രിയൊക്കെ കൊച്ചു കരയുമ്പോഴത്തേന് അമ്മ എണീറ്റ് അമ്മ നോക്കുന്നതൊക്കെ കാണുമ്പം ഇപ്പം എനിക്ക് മനസ്സിലായി ഒരു അമ്മയുടെ ഫീൽ